പഠിക്കാത്ത ഒരു തെണ്ടിയാണ് മുതലാളി. അല്ല, അങ്ങനെ ഒരു ചീത്തപ്പേര് മുതലാളിക്കുണ്ട്. എന്തായാലും നമുക്കതൊന്ന് മാറ്റിയെടുക്കണം. കാത്തിരിപ്പിനൊടുവിൽ മെസ്സിയും അർജന്റീനിയൻ സംഘവും കേരളത്തിലെത്തും അടുത്ത കൊല്ലം എന്നുള്ള വാർത്തയാണ്. അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിതനായി എന്നെ തേടിയെത്തി. അടുത്ത വർഷം സൗഹൃദ മത്സരം നടത്താൻ ആലോചിക്കുന്നതായി കായിക മന്ത്രി ഇന്ന് രാവിലെ വെളിപ്പെടുത്തി. കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി 2 മത്സരം നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന. അർജന്റീനയുടെ ഔദ്യോഗിക സംഘം 1.5 മാസത്തിനകം കേരളത്തിലെത്തുമെന്ന് അറിയുന്നു. മന്ത്രിയുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ അടുത്ത ജൂണിലെങ്കിലും ഈ മത്സരം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീണ്ടും വീണ്ടും വിചാരമുണ്ടായി. എന്റെ മോനെ ഇവളും തമ്മിലുള്ള കല്യാണം പറഞ്ഞതുപോലെ നടത്തണം. തന്നെ എങ്ങനെ വിശ്വസിക്കും? ഇനി ഇത് ഊരിക്കൊണ്ട് പോയില്ലെന്ന് എന്താ ഉറപ്പ്? സാർ നഞ്ചൻകോട്ടയിൽ വന്നതേ തെറ്റ്. ഇനിയും കളിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കാലി ചെക്കന്മാരോടൊപ്പമുള്ള സാറിന്റെ കള്ളനും പോലീസും കളി അമറിന്റെ മുറ്റത്ത് വേണ്ട. നടക്കുവോ? ഇല്ല. എങ്കിൽ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് രാജ്യം മുഴുവൻ തേടി കിടക്കുന്ന ഒരു കള്ളക്കടത്തുകാരനായിട്ട് ഇങ്ങനെ ഒരു ഡീൽ. നമ്മളൊരു പൊളിക്കും ഈ കേരളത്തിൽ കിടന്ന്. അതൊക്കെ നമുക്ക് പൊളിക്കാതെ, നിങ്ങൾ ആദ്യം ബിസിനസ് സംസാരിക്കും. അതെ, സാമ്പത്തികമായിട്ടാണ് ആദ്യം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഒരു ഉറപ്പ് വന്നിരിക്കുന്നു. വ്യാപാര സമൂഹം ഇക്കാര്യത്തിൽ സഹകരിക്കുമെന്നും 100 കോടി, അതായത് ആകെ വേണ്ടിവരുന്ന 100 കോടി ചെലവ് അവർ കണ്ടെത്തുമെന്നാണ് അറിയിച്ചത്. ഇതിലൂടെ 1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. നിന്റെ അപ്പന് കാശിന്റെ ആർത്തിയാണെന്ന് വിചാരിക്കാം. നിനക്കിത് എന്തിന്റെ കേടാ? ഇനി പ്രധാനമായും വേണ്ടത് ഗ്രൗണ്ടിനെ സംബന്ധിച്ചാണ്. എന്തായാലും വിളിക്കണം. പിന്നെ ഉറപ്പല്ലേ? പ്രോമിസ്. ഉറപ്പായിട്ടും. കേരളത്തിലെത്തിയ ടീം 2 മത്സരങ്ങൾ കളിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ 2 മത്സരങ്ങളിലായി ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ വലിയ ടീമുകളെയാണ് കേരളം എതിരാളികളായി ലഭിക്കാൻ ശ്രമിക്കുന്നത്. ആരെങ്കിലും ഒന്ന് വിളിക്ക്. ആരോഗ്യമുള്ള ആരെങ്കിലും ഒന്ന് വിളിച്ചാ മതി. എന്താടാ നീ തികയില്ല. ഇവിടുത്തെ തടിമാടന്മാരില്ലേ, അവരെ വിളിക്ക്. ഒരു മയത്തിലൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് നടന്നേനെ. അങ്ങേരെ തലയ്ക്കത്തെ വല്ല ഓളമുണ്ടോ? ഒരു ഗതി നിന്നെ പോലെ നാടകക്കാരൻ മോളെ കെട്ടിച്ചേരാ. ഞാനൊരു സമാധാനപ്രിയനായത് ഇപ്പൊ തെറ്റായി പോയോ? എല്ലാവർക്കും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം. ധൈര്യം എനിക്ക് വരണ്ടേ. ഒരുപക്ഷെ അത് ഖത്തറോ സൗദിയോ ആയിരിക്കാനാണ് സാധ്യത. ഖത്തറുമായും സൗദിയുമായും ചർച്ചകൾ നടക്കുന്നുണ്ട്. അവരെ എതിരാളികളായി കൊച്ചിയിൽ തന്നെ മത്സരം സംഘടിപ്പിക്കുന്നതാണ്. ഇവനാണ് കൊള്ളാലോ. ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി. ഇതെല്ലാം ഉണ്ടാക്കി അമ്മ വല്ലാതെ ബുദ്ധിമുട്ടി കാണുമല്ലോ. ഫ്രൂട്ട്സ് ചുമ്മാ ഇരിക്കല്ലേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് രസമല്ലേ? എനിക്ക് സന്തോഷായി. ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം. ഹലോ മാധവി, എന്തെങ്കിലും കൊണ്ട് ഞാൻ ടീൻഡുഡിനെ കല്യാണം കഴിപ്പിക്കും. ഓ എന്റെ പോഞ്ഞിക്കരെ. എന്താ